അസ്സലാമു എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ 2-3 ആഴ്ചയായി ഇക്കാക്ക് ലീവില്ല. ഓണം ആയതുകൊണ്ട് തന്നെ ഷോറൂമിൽ നല്ല തിരക്കാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പറഞ്ഞു എന്തായാലും ഇന്ന് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും ഒന്ന് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇന്ന് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാം ദേ റെഡിയാവാൻ പോവുകയാണ്. തോപ്പിക്കുട്ടിന് ഫായാനും ദേ ഇവിടെ ജീരക മിഠായി വെച്ചുള്ള കളിയാണ് കേട്ടോ. അങ്ങനെ തോപ്പിക്കുട്ടൻ ഓരോ കളേഴ്സ് അങ്ങനെ മാറ്റിയൊക്കെ ഇട്ട് കളിക്കുന്നുണ്ട്. ഫയാന അതിൻ്റെ അടുത്തിരുന്ന് ഇത് എന്താണാവോ ചെയ്യുന്നതെന്നും പറഞ്ഞ് ഫയാന അടുത്തിരുന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ പോയി റെഡിയായി. ഞാൻ ദേ ഈ ഒരു ടോപ്പും അതിനൊരു മേച്ചിങ് ഷോളൊക്കെ ഇട്ട് ഞാൻ സെറ്റായിട്ടുണ്ട്. അതുകൂടെ തന്നെ എൻ്റെ തോപ്പിക്കുട്ടൻ നേരത്തെ തന്നെ റെഡി ഇരിപ്പുണ്ടല്ലോ. അങ്ങനെ ദേ എൻ്റെ തോപ്പിക്കുട്ടിന് ഞാനും ദേ റെഡിയായി സൂപ്പറായി നിൽപ്പുണ്ട്. പിന്നെ ദേ എൻ്റെ ഫയാൻ കൊണ്ട് തോപ്പിയും ഫയാന് സെയിം ഡ്രസ്സൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് നല്ല സിമ്പിളനായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ അതേ ബാഗെല്ലാം എടുത്തു. അങ്ങനെ ബാഗ് എടുത്തു. പിന്നെ ദേ ഒരു ചെറിയൊരു ഷോയൊക്കെ ദേ കാണിക്കുന്നുണ്ട്. അങ്ങനെ ദേ ഒരു കറക്കമെല്ലാം കറങ്ങി, അതായത് വീട്ടിനകത്ത് എൻ്റെ ക്യാമറ വെച്ചുള്ള ഒരു കറക്കം കേട്ടോ. അങ്ങനെ അതൊക്കെ ദേ ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഞാൻ സെറ്റായിട്ടുണ്ട്. ദേ ഫയമോ റെഡിയായി ഇറങ്ങി. അങ്ങനെ ദേ വാപ്പച്ചി ഗേറ്റെല്ലാം തുറക്കുന്നു. ഇനിയാണ് ഒരു മുട്ടൻ പണി വരുന്നത് കേട്ടോ. കാറിൻ്റെ ബോഡി കവർ ഇടാതെ കാറ് മൊത്തം പൊടിയടിച്ച് കിടക്കുകയാണ്. ഞാൻ ദേ ഇതൊന്നും അറിയാതെ കഥകളെല്ലാം അടച്ച് സെറ്റായി ഞാൻ ഇറങ്ങിയപ്പോഴേക്കും ദേ പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ലെന്ന് മനസ്സിലായി. ഞാൻ ഫസ്റ്റേ പറഞ്ഞായിരുന്നു ബോഡി കവർ ഇടണം, അല്ലെങ്കിൽ ഫുൾ പൊടിയാണ്, പൊടി അടിച്ച് കിടന്നാൽ പിന്നെ എവിടെയെങ്കിലും പോകാൻ സമയത്ത് ഇതുപോലെ 8ൻ്റെ പണി കിട്ടുന്നൊക്കെ ഞാൻ നേരത്തെ പറയുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ്റെ മടിയായതുകൊണ്ട് തന്നെയാണ് ഇടാതെ ഇങ്ങനെ ഇട്ടിരുന്നത്. പിന്നെ ദേ പോകാൻ സമയത്ത് നമ്മളെല്ലാം റെഡിയായി ഇറങ്ങിയതിന് ശേഷം പിന്നെ ദേ കാർ ഓസിട്ടൊക്കെ കഴുകിയെടുത്ത് ജസ്റ്റ് പുറത്തൊന്നൊക്കെ ഇട്ട് പുറം മാത്രം ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ദേ തോപ്പിക്കുട്ടനാണ് സഹായി കേട്ടോ വാപ്പച്ചിയുടെ. പിന്നെ ദേ കുട്ടീസ് രണ്ടും ദേ പിറകിൽ കയറിയിട്ടുണ്ട്. പിന്നെ ദേ കായി പോയി ഞാൻ അതേ ഏറ്റെടുക്കുന്ന ജോലിക്ക് എനിക്കാണ് കേട്ടോ. അതങ്ങനെ ആയിരിക്കുമല്ലോ, നമുക്കായിരിക്കുമല്ലോ ഇങ്ങനത്തെ പണികളൊക്കെ കിട്ടുന്നത്. അങ്ങനെ ദേ ഗേറ്റെല്ലാം അടച്ചു. പിന്നെ ഞാനും കാറിൽ കയറി. അങ്ങനെ ദേ ഞങ്ങൾ പോകാൻ സെറ്റായിട്ടുണ്ട്. പുറത്തു പോകുന്ന കാര്യം പിന്നെ പറയണ്ടില്ല. തോപ്പി ഫയാന് ഫുൾ വൈബാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാനും ഫുൾ ചില്ലാണ്. ഇക്കാക്ക് മാത്രം ഇത്തിരി ഇഷ്ടക്കുറവ്. കാരണം ഓഫീസിലെ വർക്കും കാര്യങ്ങളൊക്കെ ഞായറാഴ്ച ആയാലും ഓണം ആയതുകൊണ്ട് ഇവർക്ക് ഒരു ലീവും ഇല്ല കേട്ടോ. ഫുൾ ഓഫീസിലെ കാര്യങ്ങളാണ്. ഓണത്തിന് സെയിൽ കൂടുതലാണ്. അങ്ങനെയൊക്കെ ഇക്ക വന്ന് നെക്സയിലാണ് വർക്ക് ചെയ്യുന്നത്. ആർക്കെങ്കിലും കാറിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇൻഡസ് നെക്സ കഴക്കൂട്ടത്താണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞാതേ എൻ്റെ ഇക്കാക്കും പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാതേ കാറിലിരുന്ന് പിന്നെ കുറച്ച് ചളിയടിയൊക്കെയാണ് കേട്ടോ. കുറേ നേരം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പാപ്പനം കൂടെ എത്തി. ഇനി ഇവിടെ കഴിഞ്ഞാണ് നമ്മൾ പോകുന്നത്. ആദ്യം പോകുന്നത് ദേ തെക്കാടാണ് കേട്ടോ. മന്തി മനസ്സിൽ പോയി. സൂപ്പറല്ലേ ഇവിടുത്തെ മന്തി? കഴിച്ചിട്ടുള്ളവരൊന്നും അഭിപ്രായം പറഞ്ഞേക്കണേ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് വന്നത് മന്തി കഴിക്കാൻ. തോപ്പിക്കും ഫയാനും എനിക്കും ഇക്കാക്കും ഇഷ്ടമാണ് കേട്ടോ മന്തി. അങ്ങനെ ഇവിടെ വന്നു. ദേ സെക്യൂരിറ്റി വന്ന് പാർക്കിംഗ് ഒക്കെ പറഞ്ഞു തരാണ് കേട്ടോ. പിന്നെ ഞാനും എൻ്റെ തോപ്പിക്കുട്ടീനെയും എൻ്റെ ഫയാമോനും ഇറങ്ങി. അങ്ങനെ ഞാനും എൻ്റെ കുട്ടീസും കൂടെ ഇവിടെ നിൽക്കുകയാണ്. ഇക്കായി കാത്തിരിക്കുകയാണ്. ഇക്ക വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ ഇക്ക വന്നു. പിന്നെ ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറി. ഇവിടെ നല്ല ഫേമസ് മന്തി കിട്ടും, നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ദേ അകത്ത് വന്നു. പിന്നെ എൻ്റെ പുതിയ വാച്ചാണ്, അതൊക്കെയാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. അങ്ങനെ അതൊക്കെ പറഞ്ഞ് പിന്നെ കുറേ സമയം വെയിറ്റർ വന്നു. ഫുഡിൻ്റെ ഓർഡറൊക്കെ പറഞ്ഞു. പിന്നെ കുറേ സമയം നമ്മൾ കാത്തിരിക്കില്ല. അതാണ് ഒരു അക്ഷമല്ലേ. നമുക്ക് ഫുഡിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് വല്ലാത്തൊരു കാര്യം. അതും വിശന്നിരിക്കണം കേട്ടോ. ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് അവിടെ ഇരിക്കുന്ന മയണൈസ് ആവട്ടെ, കൊണ്ടുവന്ന സാലഡാവട്ടെ, അതെല്ലാം ഫസ്റ്റ് നമ്മൾ അതൊക്കെ കഴിച്ചങ്ങ് തീർത്തു. അത് കഴിഞ്ഞ് കുറച്ച് സമയം, ഒരുപാട് സമയമില്ല, ഒരു 10 മിനിറ്റൊക്കെ ഇരുന്നുള്ളൂ. എങ്കിലും ആ ഒരു 10 മിനിറ്റ് അസഹനീയമാണ് കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. ഫയാനാണെങ്കിൽ പിന്നെ പറയണ്ട. അവനാണ് ഈ വെയിറ്റ് ചെയ്യാൻ അത്ര ഇഷ്ടമല്ലാത്തത്. അവൻ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. ഇതെപ്പോൾ വരും. അങ്ങനെ കാത്തിരുന്ന് ദേ വന്നിട്ടുണ്ട്. നമ്മൾ വന്നൊരു ചിക്കൻ മന്തിയും പിന്നെ വന്ന ഒരു ബീഫിൻ്റെ ആ മന്തിയുടെ ഒരു പീസും നമ്മൾ ഓർഡർ ചെയ്തു. അങ്ങനെ കുറച്ചേ വാങ്ങിച്ചുള്ളൂ. കാരണം കൂടുതൽ വാങ്ങിച്ചാൽ ഈ പിള്ളേർ കഴിക്കത്തില്ല. അപ്പം ദേ
മന്തിയും ഇതെല്ലാം ഇക്കയാണ്, എവിടെയെങ്കിലും പോയ ഇക്കയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അങ്ങനെ അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഇക്ക കറക്റ്റായിട്ട് എന്നെ എടുത്തു കൊടുക്കും. ഞാൻ ചിലപ്പോൾ സെർവ് ചെയ്ത് ചിലപ്പോൾ കൂടുതലോ കുറവോ ഒക്കെ ആയിരിക്കും. ഇതിപ്പോൾ മക്കൾക്ക് ആവശ്യമുള്ള പിന്നെ എനിക്കും സെർവ് ചെയ്യുന്ന ഇതൊക്കെ വീട്ടിൽ ചെയ്യത്തില്ല കേട്ടോ. പുറത്ത് പോകുമ്പോഴാണ് പുള്ളിക്കാരൻ ഇതെല്ലാം നല്ല ഉത്സാഹത്തോടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം കറക്റ്റായിട്ട് മയണൈസും എല്ലാ സംഭവവും ആൾ സെറ്റാക്കി തരുന്നുണ്ട്. ഇനി നമ്മൾ മിണ്ടാതിരുന്ന് കഴിച്ചാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മന്തി ആവട്ടെ, പിസ്സ ആവട്ടെ, ബീഫാവട്ടെ എല്ലാം സൂപ്പർ ടേസ്റ്റായിരുന്നു. ഞാൻ അതേ ഒരു ബീഫൊക്കെ എടുത്ത് വെച്ച്, എനിക്ക് സവാള ഭയങ്കര ഇഷ്ടമാണ്, സവാളാണ് ഫസ്റ്റ് കഴിച്ചത്. ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു. അതങ്ങനെ മന്തി ഞാൻ വെട്ടി വിഴുങ്ങുന്നത് കണ്ടല്ലോ. അങ്ങനെ നല്ല വിശന്നിരുന്ന സമയമാണ്. പിന്നെ അഥവാ വിശന്നിരുന്നപ്പോൾ മന്തി മുന്നിൽ കണ്ടാൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ. അങ്ങനെ അടിച്ച് പൊളിച്ച് ഞങ്ങളെല്ലാവരും കഴിക്കുന്നുണ്ട്. ഇക്കതേ പെപ്സിയൊക്കെ ഒഴിച്ച് തരുന്നുണ്ട്. പെപ്സി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇക്കാർക്ക് ഇഷ്ടമാണ്, പിള്ളേർക്ക് പിന്നെ പറയണ്ട. വല്ലപ്പോഴൊരിക്കൊക്കെ കൊടുക്കാറുള്ളൂ. ഇതുപോലെ ഇങ്ങനെയൊക്കെ പുറത്ത് പോകുമ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത് കേട്ടോ. എല്ലാം നമ്മൾ തീർത്ത് വെച്ചിട്ടുണ്ട്. ബീഫിൻ്റെ പൊടിയുണ്ടോ അവിടെ? ഒന്നുമില്ല, എല്ലാം അടിച്ച് പൊളിച്ച്. ഞാൻ പിന്നെ പറയണ്ടല്ലോ, വെട്ടി വിഴുങ്ങുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ കഴിച്ച് എല്ലാം ഫിനിഷ് ചെയ്ത് കേട്ടോ. ഒന്നും തന്നെ ബാക്കിയില്ല, കുറച്ച് റൈസ് മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാം വയറ് വീർക്കെ കഴിച്ചു എടുത്തു. പിന്നെ അവരൊക്കെ കൈ കഴുകാൻ പോയി. എന്നിട്ട് ഞാൻ കഴിച്ചതില്ല, ഞാൻ പതുക്കെയാണ് കേട്ടോ കഴിച്ചത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പതുക്കെ കഴിക്കത്തുള്ളൂ. പിന്നെ ബില്ലെല്ലാം പേ ചെയ്തു. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ പൂക്കട ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞ് പൂ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പൂ വാങ്ങിച്ചു. പിന്നെ സ്ലൈഡില്ല, അപ്പോഴേക്കും ഒരു പട്ടി വന്ന് ഞാൻ പേടിച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തുള്ള ഒരു ഫാൻസി കടയിൽ ചെന്ന് ഞാൻ സ്ലൈഡൊക്കെ വെച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ നിന്ന് പൂ വയ്ക്കാം. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ കാറിൽ ചെന്ന് വയ്ക്കാം. അങ്ങനെ ഞാൻ പൂവെല്ലാം വെച്ചു. അപ്പോൾ ഇക്കാരടുത്ത് ഞാൻ ചോദിച്ചു കൊള്ളാമോ എന്ന്. അപ്പോൾ ആ പുള്ളിക്കാരൻ ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ തോപ്പിക്കുട്ടും പറഞ്ഞു ഉമ്മച്ചി സൂപ്പർ 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 എന്ന്. അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞങ്ങളിതാ നേരെ ഇനി പോകുന്നത് കോവളത്തേക്കാണ് കേട്ടോ. കോവളത്ത് പോയി അടിച്ച് പൊളിക്കാം എന്നൊക്കെ പറഞ്ഞാണ് നമ്മളിതേ ഇരുന്ന് പോകുന്നത്. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ കല്ലാട്ടുമുക്ക് വഴിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കല്ലാട്ടുമുക്ക് എത്തിയപ്പോൾ എനിക്ക് ആകപ്പാട് നൊസ്റ്റടിച്ചു. കാരണം ഈ പള്ളി ഇവിടെയായിരുന്നു ഫസ്റ്റ് താമസിച്ചത്. ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പള്ളിയൊക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പള്ളിയൊക്കെ പണിത് കഴിഞ്ഞു. പിന്നെ ക്യൂമാർട്ടിൻ്റെ അടുത്തൂടെ ഞങ്ങളെ വീട്, അതെല്ലാം കണ്ട് ആകപ്പാട് നൊസ്റ്റു അടിച്ച്. പിന്നെ എന്താ കാര്യങ്ങളൊക്കെ പിന്നെ ഈ വഴി മൊത്തവും നമ്മൾ കല്ലാട്ടുമുക്ക് വീടിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന്. കോവളത്തെത്തി. പക്ഷേ എന്താ അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. കടൽ കയറി കയറെല്ലാം ഇട്ട് കെട്ടി അങ്ങനെ വെച്ചേക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കോവളം പള്ളി ഇവിടെയുള്ള കടകളെല്ലാം കാറിലിരുന്ന് കണ്ട് തിരിഞ്ഞ് നമ്മൾ വിചാരിച്ചു അപ്പുറത്തെ കടലിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെയാണ് കാരണം ഇവിടെ ആകുമ്പോൾ നമുക്ക് ഈ മറ്റേ കയറ്റമൊന്നും കയറി ഇറങ്ങിയൊന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞാണ് ഇവിടെ വരുന്നത്. നമ്മൾ ഇവിടെയാണ് വരുന്ന സാധനം. പിന്നെ വിചാരിച്ചാൽ ആ കടലിൽ പോകുന്നത്. പിന്നെ അങ്ങനെ നടന്ന് താഴോട്ട് ഇറങ്ങി കടകളെല്ലാം കണ്ട് നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊള്ളാം എന്നെല്ലാം പറഞ്ഞ് ഒന്നും അറിയാതെ ഞാനും എൻ്റെ ഇക്കായും എൻ്റെ മക്കളും കൂടെ പെട്ടെന്ന് പോവേണം കേട്ടോ. പക്ഷേ പോയപ്പോൾ അവിടെയും ഉണ്ട് ട്വിസ്റ്റ്. വേറെ ഒന്നുമല്ല, അവിടെയും അവിടെ മറ്റേ സ്ഥലത്ത് കടൽ കയറി ഇവിടെയും കടൽ കയറുമല്ലോ, അതുപോലും അറിയാതെ ഞങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെ എന്ത് പറയാം, അങ്ങനെ ഇവിടെയും കടൽ കയറിയിട്ട് ഇവിടെയും കയറും കെട്ടി ഒരു റെഡ് കളർ തുണി ഇവിടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ജസ്റ്റ് വന്നതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു. പക്ഷെ പാപ്പായും മക്കളൊന്നും വന്നില്ല കേട്ടോ. ഞാൻ പിന്നെ എനിക്കെന്തൊരു ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് കയറിയതാണ് രസം. കയറും തോറും കാലുവേദന, തോപ്പിക്ക് വരെ കാലുവേദന എടുത്തു. അങ്ങനെ ഞാനാണെങ്കിൽ കയറുന്നത് പറയണ്ട. എൻ്റെ കാലുവേദനയോടെ എനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ കയറുന്നത് കണ്ടില്ലേ, ഇത് അഭിനയമല്ലോട്ടോ, ഇത് സത്യസന്ധമായ ആ ഒരു ഫേസ് എക്സ്പ്രഷൻസാണ് കേട്ടോ. അങ്ങനെ ഞാൻ കാല് വേദന എടുത്ത് പിന്നെ ഓടിക്കയറുന്നുണ്ട്. കാരണം ഇക്കായും തോപ്പി ഫ്രണ്ടിൽ ഓടിപ്പോയി അവർ. ഞാനും ഫയാനും കുട്ടനും കൂടെയാണ് ബാക്കിൽ. പിന്നെ ഫയാൻ കുട്ടൻ എൻ്റെ കാര്യത്തൊക്കെ ഫയാനും കാല് തിരിച്ച് കയറിയപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു ഇനി ഇവിടെ വരത്തില്ല,
ഇനി വരുന്നെങ്കിൽ അപ്പുറത്ത് അവിടെ വരത്തുള്ളൂ, ഇവിടെ ഇനി ഞാൻ വരത്തില്ല, എനിക്കിങ്ങനെ വയ്യേന്ന്. അതുമല്ല പതുക്കെ പോലെ ഇക്കാണെങ്കിൽ സ്പീഡിന് പോയി. അങ്ങനെ എങ്ങനെ ഇതോ ഫയാനും കാല് വയ്യ എങ്ങനെയൊക്കെയോ ഞങ്ങൾ മുകളിലെത്തി, രക്ഷപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇവിടെ എത്തി. പിന്നെ ഞങ്ങൾ ഇവിടെ ആക്കി ഇക്കപ്പേ കാർ അവിടെ പാർക്ക് ചെയ്ത കാർ എടുത്തിട്ട് വന്നു. പിന്നെ ഞങ്ങളിതേ കാറിൽ കയറിയിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആശ്വാസം വന്നത്. അത്രയ്ക്ക് തിരിച്ച് കയറാൻ പാടുപെട്ടു കേട്ടോ. അതും സ്പീഡിന് വന്നപ്പോൾ പറയണ്ട, എവിടേക്കും അവിടെ കുറച്ച് സമയം നിന്ന് വന്നാൽ കുഴപ്പമില്ല. പിന്നെ വന്ന് സന്ധ്യാസമയം രാത്രിയായി, അതുകൊണ്ട് അവിടെ നിൽക്കാനും പറ്റത്തില്ല. പെട്ടെന്ന് വന്നതിലാണ് ഇത്രയും കാലുവേദന എടുത്തത്. പിന്നെ തിരിച്ചിനി വീട്ടിലോട്ട് വിടുകയാണ്. അങ്ങനെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. പിന്നെ കാറിലിരുന്ന് എന്നാലും നമ്മൾ കോവളത്ത് പോയപ്പോൾ ഇങ്ങനെ പറ്റിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞാണ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ. തിരിച്ചു പോയപ്പോഴും പറയുന്നത്, എന്നാലും നമ്മൾ കടൽ കാണാൻ പോയപ്പം പറ്റിയില്ലല്ലോ. തോപ്പിക്കാണെങ്കിൽ നല്ല വിഷമമുണ്ട്, എന്നാലും കടൽ കാണാൻ പോയിട്ട് കടൽ കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ വേറെ ഇടത്ത് ഇറങ്ങില്ല, അതായത് തിരിച്ച് നമ്മളെ വീടെത്തി ഞാൻ തന്നെ ഗേറ്റ് തുറക്കുന്നുണ്ട്. പിന്നെ കാറും കൊണ്ടുവന്ന് തിരിച്ച് വീട്ടിലോട്ടിട്ടു. ഇടുന്നുണ്ട്. കാറ് കയറ്റുന്ന ഒരു ചെറിയൊരു ടാസ്ക്കാണ്. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും ഇനി മറ്റൊരു വ്ളോഗിൽ കാണാം. ഇതൊരു കുഞ്ഞു വ്ളോഗാണ്. നമുക്ക് വീണ്ടും അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്ക് ബൈ ബൈ.